അടുത്തത് പേജിംഗ് ആണ്. പേജിംഗ് മെമ്മറി മാനേജ്മെന്റ് ടെക്നിക്കാണ്. അപ്പൊ അതും തന്നെ ആദ്യം ആലോചിച്ച് നോക്കുക. പേജിംഗ് എന്ന് പറഞ്ഞാൽ മെമ്മറി മാനേജ്മെന്റ് ടെക്നിക്കാണ്. അപ്പോൾ ഈ മെമ്മറി മാനേജ്മെന്റ് ടെക്നിക്കില് നമുക്ക് രണ്ട് പാർട്ടുണ്ട്. ഒന്നാമത്തേന്ന് പറയുന്നത് പ്രോസസ്സ്. ഈ പ്രോസസ്സിനെ നമ്മൾ ഒരു ഫിക്സഡ് സൈസ് ബ്ലോക്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ബ്ലോക്സിനെയാണ് എന്ന് പറയുന്നത് പേജസ് എന്ന്. ഓക്കെ, പ്രോസസ്സിനെ ഫിക്സഡ് സൈസ് ബ്ലോക്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പേജസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അത് കിട്ടിയെന്ന് വിചാരിക്കും. ഇനി അടുത്തതാണ് നമുക്ക് ഉള്ള ഫിസിക്കൽ മെമ്മറി. പ്രോസസ്സർ റൺ ചെയ്യണത് എവിടെയാണ്? മെയിൻ മെമ്മറി, ഫിസിക്കൽ മെമ്മറി. ഈ ഫിസിക്കൽ മെമ്മറിനെ നമ്മൾക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് ഡിവൈഡഡ്, ഇതുപോലെ തന്നെ സെയിം സൈസ് ആണ്, ഡിവൈഡഡ് ഇൻടു സെയിം സൈസ് ബ്ലോക്സ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഫ്രെയിംസ്. അപ്പൊ ഈ രണ്ട് വേർഡ്സ് ഒന്ന് ഓർത്ത് വെക്കാം. പ്രോസസ്സിനെ പേജസ് എന്നും ഫിസിക്കൽ മെമ്മറിനെ ഫ്രെയിംസ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ പേജസിനെ നമ്മൾ ആദ്യം തന്നെ ലോഡ് ചെയ്യണത് എവിടെയാണ്? സെക്കൻഡറിയിലാണ് ലോഡ് ചെയ്യണത്. അപ്പൊ ഈ പ്രോസസ്സ് നമുക്ക് ഓൾറെഡി ഇരിക്കുന്നത്, പ്രോസസ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സിന്റെ എന്താണ്? പേജസ് അല്ലെ? ഈ പേജസ് നിലവിലിരിക്കുന്നത് സെക്കൻഡറിയിലായിരിക്കും. ഈ സെക്കൻഡറിയില് മെമ്മറിന്ന് എക്സിക്യൂഷൻ ചെയ്യണ സമയത്ത് നമ്മൾ ഈ പേജസിനെ സെക്കൻഡറി മെമ്മറിന്ന് എവിടേക്ക് ലോഡ് ചെയ്യണം? മെയിൻ മെമ്മറിയിലേക്ക് നമുക്ക് ലോഡ് ചെയ്യണം. ഓക്കെ, മെയിൻ മെമ്മറിയിലേക്ക് നമുക്ക് ലോഡ് ചെയ്യും. അതാണ് നമ്മുടെ ആവശ്യം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് പേജിങ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പ്രോസസ് എന്ന് പറയുന്നത് എന്താ കണ്ടിന്യൂസ് ലൊക്കേഷനിലൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അങ്ങനെ സ്റ്റോർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മള് ഒരു പ്രോസസ്സിനെ എൻഡിയളി എന്ത് ചെയ്യും? നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ ലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് പേജസ് ആണോ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്, പ്രോസസ്സിന്റെ ഏത് പേജ് ആണോ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്, ആ പേജസ് മാത്രം അത് റിക്വസ്റ്റ് ചെയ്യണ സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിന്റെ ഡിമാൻഡ് ചെയ്യണ സമയത്ത് നമുക്ക് ലോഡ് ചെയ്താൽ മതി. അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഡിമാൻഡ് പേജിങ് എന്ന് പറയും. ഓക്കെ, ഇപ്പൊ ഡിമാൻഡ് പേജിങ് എന്ന് പറയും. ക്ലിയർ ആയെന്ന് വിചാരിക്കും. നമുക്ക് നോക്കാം, ഒന്നുകൂടി നോക്കാം. നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ വരണേന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ പറഞ്ഞു നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എവിടെയാണ്? നമ്മുടെ മെയിൻ മെമ്മറിയിലാണ് അല്ലെ? മെയിൻ മെമ്മറിയിലാണ്. ഈ മെയിൻ മെമ്മറിനെ നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ഫ്രെയിംസുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാം ഫ്രെയിം 1, ഫ്രെയിം 2 അങ്ങനെ. അപ്പൊ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് മെയിൻ മെമ്മറി. ഇതെന്ന് പറയുന്നത് എന്താണ്? കളക്ഷൻ ഓഫ് ഫ്രെയിംസ് ആണ്. ഓക്കെ, കളക്ഷൻ ഓഫ് ഫ്രെയിംസ് ആണ്. ഇനി നമുക്ക് ഇവിടെ എന്തുണ്ട്? നമ്മുടെ പ്രോസസ്സ് ഉണ്ട്. പ്രോസസ്സിനെ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്തേക്കണേ? പേജസ് ആയിട്ട്. അപ്പൊ പേജ് 1, then പേജ് 2, then പേജ് 3, പേജ് 3, പേജ് 4 അങ്ങനെയുണ്ട്. അതിനാണ് നമ്മൾ പേജസ്. ഈ പേജസ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? പ്രോസസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. പ്രോസസ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഈ പേജസിനെ മെമ്മറിയിലേക്ക് എന്ത് ചെയ്യണം? മാപ്പ് ചെയ്യണം. അപ്പൊ നമ്മൾ പറയുന്നു മാപ്പ്. ഓക്കെ, മാപ്പിംഗ്. ഇനി ഓരോ പേജും മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു മാപ്പിംഗ് നമുക്ക് എന്ത് ചെയ്യണം? കാണിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പേജിംഗ് എന്ന് പറയും. ഓക്കെ, പേജിംഗ് എന്ന് പറയും. അപ്പൊ അതൊന്ന് ശരി മനസ്സിലായെന്ന് ശരി. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ലോജിക്കൽ അഡ്രസ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ എന്തുണ്ട്? ഫിസിക്കൽ അഡ്രസ് ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? ഫിസിക്കൽ അഡ്രസ് ഉണ്ട്. അപ്പൊ ലോജിക്കൽ അഡ്രസ്സിൽ നമുക്ക് 13 ബിറ്റ്സ് ആണ് തന്നിരിക്കുന്നത് വിചാരിക്കും. 13 ബിറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഇതിലെ ഫിസിക്കൽ അഡ്രസ് 12 ബിറ്റ്സ് ആണ്. ഓക്കെ,
12 ബിറ്റ്സ്. ഇപ്പൊ ലോജിക്കൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ്. ഓക്കെ, പ്രോസസ്സാണ്. ഇപ്പൊ പ്രോസസ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? പേജസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുകയാണ് 0, പേജ് 0, പേജ് 1, പേജ് 2, പേജ് 3, അങ്ങനെ നമ്മൾ സേവ് ചെയ്ത്. ഇനി ഈ പേജ് എത്ര പേജസ് ഉണ്ടായിരിക്കും എന്ന് നമുക്ക് അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലോജിക്കൽ അഡ്രസ്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലോജിക്കൽ അഡ്രസ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പറയുന്നത് പി എന്നും രണ്ടാമത്തേന്ന് പറയുന്നത് ഡിയും. ഓക്കെ, പിയും ഡിയും. അപ്പൊ പി എന്ന് പറയുന്നത് 3 ബിറ്റ്സ് ആണ്. മൊത്തം എത്രയാ? 13 ബിറ്റ്സ് ആണ്. അതിൽ പി എന്ന് പറയുന്നത് 3 ബിറ്റ്സും ടി എന്ന് പറയുന്നത് ഓഫ്സെറ്റ് എന്ന് പറയുന്നത് 10 ബിറ്റ്സും. ഓക്കെ, അപ്പൊ പി 3 ബിറ്റ്സ് ആണെങ്കിൽ നമുക്ക് 2⁻3 നമുക്ക് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ 0 മുതൽ എവിടം വരെ വരും? 7 വരെ വരും. അപ്പൊ അത്രയും പേജസ് ഉണ്ടായിരിക്കും ഇതില്. ഓക്കെ, പേജസ് ഉണ്ടായിരിക്കും ഇതിൽ. അതാണ് ഇതിൽ പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഫിസിക്കൽ അഡ്രസ് 12 ബിറ്റ്സ്. അപ്പൊ ഇതില് 2 ബിറ്റ്സ് നമ്മൾ ഫ്രെയിമിനെ റെപ്രസെന്റ് ചെയ്യാനും ബാക്കി എന്ന് പറയുന്നത് 10 ബിറ്റ്സ് എന്ന് പറയും. 10 ബിറ്റ്സ് എന്ന് പറയുന്നത് ഓഫ്സെറ്റും ആണ്. 10 ബിറ്റ്സ് ഓഫ്സെറ്റും ആണ്, അതായത് ടി. അപ്പൊ ഇവിടെ നമുക്ക് എത്ര വരും? എത്ര വരും? 2 ബിറ്റ്സ് ആയതുകൊണ്ട് 2⁻². അപ്പൊ എത്ര വരും? 4. 0, 1, 2, 3, 4 വരും. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പേജ് മാപ്പ് ടേബിൾ. ഓക്കെ, പേജ് മാപ്പ് ടേബിൾ. ഇനി എങ്ങനെയാണ് നമുക്ക് മാപ്പ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോ ഇവിടെ നമ്മൾ 3 നോക്കാം. ഓക്കെ, അപ്പൊ പേജ് നമുക്ക് 3 ആണ് ആക്സസ് ചെയ്യേണ്ടത്. അപ്പൊ 7 വരെ ഉണ്ട്. പേജ് നമുക്ക് 3 ആണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. ഓക്കെ, 3 ആണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടത്. അപ്പൊ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3നെ നമുക്ക് ഇപ്പോ 3യിൽ വരുന്നത് ഡെസിമൽ 2 ആണെന്ന് വിചാരിക്കുക. അതായത് ഡെസിമൽ 2 ആണ്. സോ 3യിൽ വരുന്നത് ഡെസിമൽ 2 ആണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിനെ കറസ്പോണ്ടിങ് എന്ത് ചെയ്യും? ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യും. ബൈനറി എന്ന് പറയുന്നത് എന്താ? 1, 0. 2നെ ഡെസിമലിന്റെ കറസ്പോണ്ടിങ് ബൈനറി 1, 0. അപ്പൊ 1, 0 എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ ഫ്രെയിം. അപ്പൊ 1, 0, 1, 0 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 2 ആണ്. അപ്പൊ എവിടേക്ക് മാപ്പ് ചെയ്യും? ഇവിടേക്ക് മാപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്. ഇനി ഓരോ ഇതിലും, അതായത് ഇനി നമ്മൾ 10 ബിറ്റ്സ് എന്ന് പറഞ്ഞു, ഈ 0ന്റെ ഉള്ളിൽ തന്നെ 10 സെൽസുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 1ന്റെ ഉള്ളിൽ 10 സെൽസ് ഉണ്ടായിരിക്കും. 2ന്റെ ഉള്ളിൽ 10 സെൽസ് ഉണ്ടായിരിക്കും. സിമിലർലി ഇവിടെയും നമ്മൾ എന്താ? 0ന്റെ ഉള്ളിൽ 10 സെൽസ്, 1ന്റെ ഉള്ളിൽ 10 സെൽസ്. ആ 10നെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് അത്രയും വേർഡ്സ് ഉണ്ട് എന്നുള്ള മീനിങ്ങിലാണ് 2⁻10 വേർഡ്സ് ഓരോ സെല്ലിന്റെ ഉള്ളിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ 2⁻10 ആകുമ്പോൾ നമുക്ക് എവിടെ വരിക? 0, 1, 2, 3, 4, 5 അങ്ങനെ എന്ത് വരും? 2⁻10 - 1 അത്രയും സെൽസ് ഓരോ വരും. ഓക്കെ, ഇനി പേജിങ്ങിന്റെ സ്റ്റെപ്സ്. പേജിങ്ങിന്റെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മെമ്മറിനെ ലോജിക്കൽ മെമ്മറിനെ ഫ്രെയിംസ് ആയിട്ട് പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫിസിക്കൽ മെമ്മറിനെ ഫ്രെയിംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പേജ് ടേബിൾ വെച്ചിട്ട് ഓരോ അഡ്രസ്സിനും നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്തു. നമുക്ക് തന്നിട്ടുണ്ട് ലോജിക്കൽ അഡ്രസ് സ്പേസ്. ലോജിക്കൽ അഡ്രസ് സ്പേസ് 128 MB ആണ് നമുക്ക് തന്നിട്ട്. ചിലപ്പോൾ എം എന്നായിരിക്കും കൊടുക്കുക, അതിന്റെ അർത്ഥം MB എന്നാണ്. അപ്പൊ അതിലത്തെ നമുക്ക് വേർഡ്സ് കണ്ടുപിടിക്കാൻ, എത്ര വേർഡ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കും. അപ്പൊ 128 into MB അല്ലെ. അപ്പൊ 2⁻10 എന്ന് പറയുന്നത് KB ആണ്, 1 KB ആണ്. 2⁻20 ആണ് എന്തെന്ന് പറയുന്നത് 1 MB. അപ്പൊ ഈ 128 അതുപോലെ തന്നെ എഴുതി. MBനെ എന്ത് എഴുതി? 2⁻10 20. ഓക്കെ, 2⁻10. അപ്പൊ 128നെ നമുക്ക് എങ്ങനെ എഴുതാം? 2⁻7 into 2⁻20. അപ്പൊ എന്ത് വരും? 2⁻27. അത്രയും വേർഡ്സ് ഉണ്ട് അല്ലെ? അത്രയും വേർഡ്സ് ഉണ്ട്. അപ്പൊ എത്ര ബിറ്റ്സ് ഉണ്ട്? 27 ബിറ്റ്സ് ആണ് നമ്മൾ ഏതിൽ യൂസ് ചെയ്യുന്നത്? ലോജിക്കൽ അഡ്രസ്സിന് യൂസ് ചെയ്യും. അങ്ങനെയാണ് ലോജിക്കൽ അഡ്രസ്സിന്റെ ബിറ്റ്സ് കണ്ടുപിടിക്കുക. ഇനി അടുത്തൊരു കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ട്, ഫിസിക്കൽ അഡ്രസ്. ഓക്കെ, ഫിസിക്കൽ അഡ്രസ് സ്പേസ്.
ഫിസിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറയുന്നത് 16 ആണ് തോന്നുന്നു അല്ലെ 16. അപ്പൊ നമ്പർ ഓഫ് വേർഡ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? 16 ഇൻറ്റു 2^20. 16 നമുക്ക് എങ്ങനെ എഴുതാം? 2^4 ഇൻറ്റു 2^20. എന്ത് വരും? 2^24. എത്ര ബിറ്റ്സ് ആണ്? 24 ബിറ്റ്സ്. എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ അഡ്രസ്സിന്റെ വേർഡ്സ് നമ്പർ ഓഫ് വേർഡ്സ് കണ്ടുപിടിക്കും. ക്ലിയർ ആയിട്ട്. ഇനി അടുത്തത് ചിലപ്പോൾ നമുക്ക് തരും ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് 12 ബിറ്റ്സ് ആണ്. ഫിസിക്കൽ അഡ്രസ് 12 ബിറ്റ്സ്. 12 ബിറ്റ്സ് ആണ് ഫിസിക്കൽ അഡ്രസ്. അങ്ങനെയാണെങ്കിൽ ഫിസിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറയുന്നത് എത്രയാണ്? അഡ്രസ് സ്പേസ് എത്രയായിരിക്കും? ഈക്വൽ ടു 2^12. ദാറ്റ് ഈസ് ഈക്വൽ ടു 2^10 to 2^2. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. 2^10 നമുക്ക് എന്ത് പറയാം? KB. അപ്പൊ 4 KB ആണ് ഫിസിക്കൽ അഡ്രസ് സ്പേസ്. ഇനിയാണ് നമ്മൾ അത് കണ്ടുപിടിക്കുക. ഇനി നമ്മൾ പറഞ്ഞു നമ്മുടെ ഫിസിക്കൽ അഡ്രസ് സ്പേസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് പേജ് നമ്പറും രണ്ടാമത്തെ ഓഫ്സെറ്റ്. ഓക്കെ, പേജ് ഓഫ്സെറ്റ്. പേജ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേജസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ബിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പേജ് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഇതില് അല്ലെ, ഇപ്പൊ 0th ലൊക്കേഷനില് 0th പേജില് എത്രാമത്തെ പേജിനെയാണ്, എത്രാമത്തെ വേർഡിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യണേന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓഫ്സെറ്റ്. അതുപോലെ തന്നെ ഫിസിക്കൽ അഡ്രസ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ഫ്രെയിം നമ്പറും ഓഫ്സെറ്റ്. ഓക്കെ, ഫ്രെയിം നമ്പറും ഓഫ്സെറ്റ്. ഇതില് ഫ്രെയിം നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? നമ്മൾ ഫ്രെയിം നമ്പറിനെ ബിറ്റ് വൈസ് ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അതിൽ വരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്. ക്ലിയർ ആയി പേജ്. ഇനി പേജിങ് അത് കഴിഞ്ഞു. ഇനി പേജിങ് അൽഗോരിതംസ് ഉണ്ട്. അടുത്തത് പേജിങ് അൽഗോരിതംസ്. അതിനെ പറയണ വേറൊരു പേരുണ്ട്, പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം. പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതംസ്. പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതംസ്. അപ്പൊ അതിലത്തെ എന്ന് പറയുന്നത് ഫസ്റ്റ് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം. എന്താണ് ഫസ്റ്റ് പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം? അപ്പൊ നമുക്ക് കുറച്ച് റെഫറൻസ് സ്ട്രിങ് തരും. ആ റെഫറൻസ് സ്ട്രിങ് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. 5 0 1 7 2 0 2 8. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പേജിന്റെ ഇത്. ഇനി നമുക്ക് 4 ഫ്രെയിംസിലേക്ക് നമുക്ക് 4 ഫ്രെയിംസിലുള്ളതിലേക്ക് നമുക്ക് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ മെയിൻ മെമ്മറിയിൽ എത്ര ഫ്രെയിംസ് ഉണ്ട്? നമുക്ക് 4 എണ്ണം. അപ്പൊ ആദ്യം തന്നെ അത് വരച്ചു. 4. ഇനി ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ് അല്ലെ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അപ്പൊ ആദ്യം ആര് വന്നു? 5 വന്നു. അപ്പൊ 5ന് ഞാൻ എന്ത് ചെയ്തു? ഇതാണ് 1 2 3 4. ഏത് ഓർഡറിൽ വേണമെങ്കിലും വെക്കാം, തിരിച്ചു വെച്ചാലും കുഴപ്പമൊന്നുമില്ല, തെറ്റല്ല. 1 2 3 4. അപ്പൊ ഫസ്റ്റ് ഫ്രെയിം 5 വന്നു. 5നെ ഞാൻ ഇവിടെ തിരിച്ചു. ഓക്കെ, ഇനി അടുത്തത് വന്നു. അടുത്തത് വരും 5 ഇവിടെയുണ്ട്, അടുത്തത് 0 അല്ലെ. അപ്പൊ രണ്ടാം. ഇനി അടുത്തതെന്ന് പറയുന്നത് 5 വന്നു 0 വന്നു 1. ഇനി അടുത്തതെന്ന് പറയുന്നത് 5 വന്നു 0 വന്നു 1 വന്നു 7 വന്നു.
ഇനി ഇത് ഫില്ലായി. ഇനി അപ്പൊ അടുത്തത് എന്ത് ചെയ്യാണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫസ്റ്റ് ആരാ വന്നത്? 5. അപ്പൊ 5നെ മാറ്റിയിട്ട് ഞാൻ അവിടെ എടുത്തത് ഇത് രണ്ടും, അടുത്ത 2 ആണ്. അപ്പൊ 2, അടുത്ത 2, 5നെ മാറ്റിയിട്ട് 2 വെച്ചു. 0 1 1. ഓക്കെ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോ ഈ ഇതില് നമുക്ക് വരുന്ന നമ്പർ ഈ ഫ്രെയിംസിൽ ഉണ്ടോന്നോ? അപ്പൊ ഫസ്റ്റ് 5 വന്നു, ഈ ഫ്രെയിംസിൽ ഉണ്ടാ? ഇല്ല. അപ്പൊ എന്ത് ചെയ്തു? പേജ് ഫോൾട്ട് വന്നു. അപ്പൊ ഫസ്റ്റ് പേജ് ഫോൾട്ട്. ഇനി 0 പേജ് ഫോൾട്ട് ഉണ്ടാ? അപ്പൊ പേജ് ഫോൾട്ട് 1. ഇനി രണ്ടാമത്തെ കേസിൽ 0 ഉണ്ടാ? ഈ ഫ്രെയിംസിൽ ഇല്ല. അപ്പൊ പേജ് ഫോൾട്ട് 2. ഇനി 1 ഉണ്ടാ? ഇല്ല. അപ്പൊ പേജ് ഫോൾട്ട് 3. ഇനി 7 ഉണ്ടാ? ഇല്ല. അപ്പൊ പേജ് ഫോൾട്ട് 4. ഓക്കെ. അടുത്തത് 2 ഉണ്ടാ? ഇല്ല. അപ്പൊ പേജ് ഫോൾട്ട് 5. ഓക്കെ. അപ്പൊ ഇതിലുണ്ടെങ്കിൽ ഈ വരെ ഇപ്പൊ 0 വന്നു, 2 വന്നു, 0 വന്നു. 0 വന്നപ്പോ ഇതിലുണ്ട്. അപ്പൊ പേജ് ഫോൾട്ട് എന്താ? വന്നിട്ടില്ല. അപ്പൊ 5 തന്നെയാണ് പേജ് ഫോൾട്ട്. ഇനി അടുത്തത് 2 വന്നു, 2 ഓൾറെഡി ഉണ്ട്. അപ്പൊ പേജ് ഫോൾട്ട് എന്ത് തന്നെയാണ്? 5 തന്നെയാണ്. അടുത്തത് 8 ഉണ്ടോ അവിടെ? ഇല്ല. അപ്പൊ പേജ് ഫോൾട്ട് എന്തായി? 6 ആയി. ഓക്കെ. അപ്പൊ എത്ര പേജ് ഫോൾട്ട് ഉണ്ട്? 6. ഓക്കെ. അപ്പൊ അങ്ങനെ പേജ് ഫോൾട്ട് കൗണ്ട് ചെയ്യാനായിട്ടുള്ള ഇത് വരും. പിന്നെ പേജ് ഫോൾട്ട് റേറ്റ് എന്ന് പറയും. അപ്പൊ മൊത്തം എത്ര ഫ്രെയിംസ് ഉണ്ട്, എത്ര പേജസ് ഉണ്ട്? 1 അല്ലെ 2 4 6 8. എത്ര പേജ് ഫോൾട്ടും? 6. അപ്പൊ പേജ് ഫോൾട്ട് റേറ്റ് എന്ന് പറയുന്നത് 6/8. അപ്പൊ പേജ് ഫോൾട്ടും പേജ് ഫോൾട്ട് റേറ്റും രണ്ടും രണ്ടാണ്. ഇനി അത് നോക്കി വെക്കാം. അപ്പൊ അതൊരു പ്രോബ്ലം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഇതിൽ തന്നെ വരുന്നതാണ് ലീസ്റ്റ് റീസെന്റ് യൂസ്ഡ്. ലീസ്റ്റ് റീസെന്റ് യൂസ്ഡ് എന്ന് പറയുന്ന അൽഗോരിതം. അപ്പൊ ഇനി ഒരു കരുതിക്കേണ്ട കാര്യം, ഈ ഫിഫോ എന്ന് പറയുന്ന അൽഗോരിതത്തിൽ വരുന്ന പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതത്തിൽ വരുന്ന ഒരു ഡ്രോബാക്ക് ആണ് ബലഡീസ് അനോമലി. ബലഡീസ് ബലഡീസ് അനോമലി. ഇത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ബലഡീസ് അനോമലി അതായത് നമ്മള് അതായത് പേജ് ഫ്രെയിംസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? നമ്മുടെ പേജ് ഫോൾട്ടും കൂടി. ഇപ്പൊ 4 ആണ് വന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ 4 ആണ്, ഇതൊരു 5 ആയിട്ടുണ്ടെങ്കിൽ എന്താ? പേജ് ഫോൾട്ട് ഇൻക്രിമെന്റ് ചെയ്യും. ഓക്കെ. അപ്പൊ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബലഡീസ് അനോമലി എന്ന് പറയുന്നത്. അപ്പൊ പേജ് ഫ്രെയിംസിന്റെ കൗണ്ട് കൂടുന്തോറും അല്ലെ പേജ് ഫ്രെയിംസിന്റെ ഇൻക്രീസ് ചെയ്യുന്തോറും നമുക്ക് എന്ത് കൂടും? പേജ് ഫോൾട്ട് കൂടും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബലഡീസ് അനോമലി എന്ന് പറയുന്നത്. അപ്പൊ ഫിഫോയിലാണ് എന്ത് വരുന്നത്? ബലഡീസ് അനോമലി വരുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് റീസെന്റ് ലീസ്റ്റ് റീസെന്റ് യൂസ്ഡ്. അപ്പൊ അതിൽ നമുക്ക് കുറച്ച് 1 2 3 1 4 5 ഇതാണ് ഫ്രെയിംസ് എന്ന് പറയുന്നത്. 3 തന്നിട്ട്. ഓക്കെ. 3 തന്നിട്ട്. അപ്പൊ നമ്മൾ ആദ്യത്തെ കേസിൽ എന്ത് ചെയ്യും? ലീസ്റ്റ് റീസെന്റ് യൂസ്ഡ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് വെച്ചു? 1 വന്നു, പേജ് ഫോൾട്ട് ഉണ്ട് ഈക്വൽ ടു 1. അപ്പൊ 1നെ വെച്ചു അല്ലെ? അപ്പൊ അടുത്ത കേസ് 1 2. അടുത്തതിൽ എന്ത് വന്നു? 1 2, പേജ് ഫോൾട്ട് ഉണ്ടല്ലോ 2. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് 1 1 2 3. അപ്പൊ പേജ് 3 ഇല്ല. അപ്പൊ പേജ് ഫോൾട്ട് എന്ത് വന്നു? 3 വന്നു. ഓക്കെ. ഇനി അഗൈൻ വരുന്നത് എന്താ? 1 അല്ലെ? അപ്പൊ 1 ഓൾറെഡി എന്തുണ്ട് നമ്മുടെ ഇതിൽ നോക്കുക. ലിസ്റ്റ് റീസെന്റ് യൂസ്ഡ് 1 ഓൾറെഡി എന്തുണ്ട് നമ്മള് ഇതിലുണ്ട്. അപ്പൊ പിന്നെ പേജ് ഫോൾട്ട് ഇല്ല. അപ്പൊ 1നെ അതുപോലെ തന്നെ വെച്ചു. പേജ് ഫോൾട്ട് ഇല്ല. അപ്പൊ പേജ് ഫോൾട്ട് എന്ന് പറയുന്നത് 3 ആണ്. 1 2 3. അപ്പൊ ഇത് അടുത്ത എന്താ? 4 അല്ലെ? 4. അപ്പൊ 4 നോക്കുകയാണ്. 4 നോക്കുമ്പോ 4 ഇതിലുണ്ടോ? ഇല്ല. അപ്പൊ 4 ഇല്ല. അപ്പൊ പേജ് ഫോൾട്ട് ഉണ്ട്. പേജ് ഫോൾട്ട് ഉണ്ട് 4. ഇനി 4 എന്ന് പറയുന്നത് എവിടെ നമുക്ക് റീപ്ലേസ് ചെയ്യണം അല്ലെ? എവിടെ നമുക്ക് റീപ്ലേസ് ചെയ്യണം നോക്കാം. അപ്പൊ റീപ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ ലീസ്റ്റ് റീസെന്റ് യൂസ്ഡ് തൊട്ട് മുന്നേ ഏറ്റവും മുന്നേ യൂസ് ചെയ്തത് ആരാ? 3 എന്ന് പറയുന്നത് തൊട്ട് യൂസ് ചെയ്തതാ അല്ലെ? അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റിമൂവ് ചെയ്യാം. അതായത് 3 നമ്മൾ തൊട്ട് മുന്നേ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ? ഇനി 2നെ നോക്കാം. 2 നമ്മൾ 1 നോക്കി. 1നെ നമ്മൾ തൊട്ട് മുന്നേ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെന്താണ്? 2 ആണ്. അതിന് തൊട്ട് മുന്നേ ഉപയോഗിച്ചത് ഏതാ? 2 ആണ്. അപ്പൊ 2നെ നമ്മൾ എന്ത് ചെയ്തു? റിമൂവ് ചെയ്തിട്ട് ആരവിടെ പ്ലേസ് ചെയ്തു? 4നെ പ്ലേസ് ചെയ്തു. അപ്പൊ 1 3 എന്ത് ചെയ്തു? ഇങ്ങോട്ട് കൊണ്ടുവന്നു.
അടുത്തത് 4. ഓക്കെ, സോറി, ലീസ്റ്റ് റീസെന്റ് യൂസ്ഡ് എന്നാണ്. അപ്പോൾ 3 ആണ് തൊട്ട് മുന്നേ ഉപയോഗിച്ചത്. 1 നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ 1നെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾക്ക് റീപ്ലേസ് ചെയ്യേണ്ടത് ഏതാണ്? 2 ആണ് അല്ലെ? 2 ആണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്. സോ 2നെ നമ്മൾ റീപ്ലേസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, 3നെ നമ്മൾ വെച്ചു 4. 3യും നമ്മൾ എന്താണ് തൊട്ട് മുന്നേ ഉപയോഗിച്ചായിരുന്നതാണ്. സോറി, അങ്ങനെ കേട്ടാ. അപ്പോ പേജ് ഫോൾട്ട് എന്ന് പറയുന്നത് 4. ഇനി അടുത്തത് ഏത് വന്നു? 5 വന്നു. അപ്പൊ 5 വരുമ്പോ നമുക്ക് പേജ് ഫോൾട്ട് 5 ഇതിലുണ്ടോ? ഇല്ല. അപ്പൊ പേജ് ഫോൾട്ട് എന്ന് പറയുന്നത് 5 കിട്ടി. ഇനി ഇതിനെ റീപ്ലേസ് ചെയ്യണം. അപ്പൊ 4നെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, കാരണം എന്താ, തൊട്ട് മുന്നേ നമ്മൾ ഉപയോഗിച്ചത്. ഇനി 3 നോക്കുക. 3നെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 3നെ നമ്മൾ തൊട്ട് മുന്നേ ഉപയോഗിച്ചതാണ്. അപ്പൊ 3നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ എന്താണുള്ളത്? 1. അപ്പൊ 1നെ നമുക്ക് എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യും. റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് 3 എങ്ങടാവും? 3 മുകളിലേക്കാവും. 4, 5. ഇതാണ് എന്ന് പറയുന്നത് ഇവിടെ LRU. ഓക്കെ, ലീസ്റ്റ് റീസെന്റ് യൂസ്ഡ്. പിന്നെ അടുത്തതാണ് ലീസ്റ്റ് ഫ്രീക്വന്റ്ലി യൂസ്ഡ്. ലീസ്റ്റ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കി വെക്കും. ഫ്രീക്വൻസി ടേബിളിൽ എത്ര പ്രാവശ്യം ഉപയോഗിച്ചു എന്നുള്ളത് അങ്ങനെ ചോദിക്കാറില്ല. അപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് FIFOയും LRU ആണ്. പിന്നെ വരുന്നതാണ് ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെന്റ് അൽഗോരിതം. അപ്പൊ നമുക്ക് അത് എന്ത് ചെയ്യണം? പേജ് ഓരോ പ്രാവശ്യം ഹിറ്റും മിസ്സും നമ്മൾ എഴുതി പേജ് റീപ്ലേസ്മെന്റ് എഴുതാം. ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെന്റ് അതും കൂടിയിട്ട് ഒന്ന് നോക്കിയിട്ട് എഴുതാം. ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ മിസ് റേറ്റ് വരും. മിസ് റേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇല്ലാത്ത, അത് ഹിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അത് ഹിറ്റ് ചെയ്യണത്. ആ ഒരു പേജ് അതിലുള്ളതാണ് ഹിറ്റ് എന്ന് പറയുന്നത്. പേജ് ഇല്ലാത്ത അവസ്ഥയാണ് മിസ് എന്ന് പറയുന്നത്. ഇതാണ് പേജിങ് അൽഗോരിതംസ്. ഷെഡ്യൂളിംഗ് അൽഗോരിതം കഴിഞ്ഞു, പേജിങ് കഴിഞ്ഞു. പിന്നെന്ന് പറയുന്നത് ഒരു ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ. അപ്പൊ അതും കൂടി ഒന്ന് പറയാം. ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ, എക്സ്റ്റേണൽ. ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ കുറച്ച് ഫ്രാഗ്മെന്റ്സുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രാഗ്മെന്റ്. അപ്പൊ മെമ്മറീനെ മാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? അസൈൻ ചെയ്തു. ഓക്കെ, അസൈൻ ചെയ്തു. യൂസ്ഡ്, ഇത് നമ്മൾ യൂസ് ചെയ്തു. ഇത് നമ്മൾ യൂസ് ചെയ്തു. ഇവിടെ അടുത്തൊരു ഫ്രാഗ്മെന്റ് ഉണ്ട്, ഇവിടെയും നമ്മൾ യൂസ് ചെയ്തു. അപ്പൊ ഇതിന്റെ ഉള്ളിൽ തന്നെ കുറച്ച് സ്പേസ് ബാക്കി വന്നേക്കാണ്. പക്ഷെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പൈൻ ചെയ്തിട്ട് ഉപയോഗിക്കും. അസൈൻഡ് സ്പേസ് എന്ന് പറയുന്നത് ഇതൊക്കെ അസൈൻഡ് ചെയ്തേക്കുന്നത്. പക്ഷെ ഇതിൽ നമ്മൾ കുറച്ച് മാത്രം, ഇപ്പൊ ഈ ഒരു സൈസ് എന്ന് പറയുന്നത് 5 KB ആണെന്ന് വിചാരിക്കാം. നമുക്ക് വന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് 3 KB ആണ്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? 3 KB അസൈൻ ചെയ്തു. ഓക്കെ, അപ്പൊ ബാക്കി എന്തുണ്ട്? 2 KB ഇവിടെ. 3 KB ഞാൻ യൂസ് ചെയ്തു. ബാക്കി 2 KB എന്തുണ്ട്? ഇവിടെ ഉണ്ട് സ്പേസ്. ഇനി അടുത്തൊരു ഡേറ്റ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ 6 KB ആയിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തേക്കണേ. എനിക്ക് അഗൈൻ ഒരു 3 KB ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? 3 KB വെച്ചു. ബാക്കി 3 KB ഇവിടെ സ്പേസ് വന്നിട്ടുണ്ട്. അപ്പം അതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് പിന്നീട് ഉപയോഗിക്കാനും പറ്റില്ല. അന്ന് അവിടെ എന്തുണ്ട്? ഒരു സ്പേസ് നമുക്ക് വേസ്റ്റ് ആയിട്ട് പോകും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ. എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പേസിന്, അതായത് നമുക്ക് എക്സ്റ്റേണൽ കുറച്ചും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനത്തെ 2 ടൈപ്പാണ് എക്സ്റ്റേണലും ഇന്റേണലും. അപ്പൊ അതും കൂടിയിട്ട് എന്ത് ചെയ്യാം? നോക്കി വെക്കാം.